ഒരു സീരിയൽ കില്ലർ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളുടെ ഭാവിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ. പോലീസ് സ്റ്റേഷനിലോ പത്രങ്ങളിലോ ഈ കൊലപാതകയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ കൊലപാതകി ജീവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ശീലങ്ങളിലാണ്. ഈ കില്ലറിൻ്റെ പേരാണ് ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലബ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ്. ഇന്ന് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും സമാധാനത്തെയും നിശബ്ദമായി കൊന്നൊടുക്കുന്ന 5 സാമ്പത്തിക തെറ്റുകൾ. ഈ ക്രൈം സീനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഈ കൊലപാതകയെ പൂട്ടാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. കേസ് നമ്പർ 1, ദ ഇൻവിസിബിൾ എനിമി. 1-ാം തീയതി അക്കൗണ്ടിൽ വീണ ശമ്പളം 15-ാം തീയതി ആവുമ്പോഴേക്കും എങ്ങോട്ട് പോയെന്നൊരു പിടിയുമില്ല. ഇവിടെ പോയി? തെളിവുകളില്ല, സാക്ഷികളില്ല. ഇതാണ് അദൃശ്യനായ ശത്രുവിൻ്റെ ആദ്യത്തെ ഇര. നമ്മളിൽ 90% പേരും ബഡ്ജറ്റ് ഉണ്ടാക്കാറില്ല. അതൊരു നിയന്ത്രണമാണെന്നാണ് നമ്മുടെ ചിന്ത. തെറ്റ്. ബഡ്ജറ്റ് ഒരു നിയന്ത്രണമല്ല, അതൊരു GPS ആണ്. നിങ്ങളുടെ പണം എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി കാട്ടിത്തരുന്ന ഒരു ഡിറ്റക്റ്റീവ് ടൂൾ. വളരെ സിമ്പിളായി തുടങ്ങാം. 50-30-20 റൂൾ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% ആവശ്യങ്ങൾക്ക്, വാടക, ഭക്ഷണം, യാത്ര. 30% ആഗ്രഹങ്ങൾക്ക്, സിനിമ, ഷോപ്പിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. 20% സേവിങ്സിനും കടം വീട്ടാൻ. ഇതൊന്ന് ട്രാക്ക് ചെയ്താൽ മാത്രം മതി. ഈ അദൃശ്യനായ ശത്രുവിനെ പൂട്ടാനുള്ള ആദ്യത്തെ പടി അതാണ്. ക്രൈം സീൻ 2 എന്ന് വേണമെങ്കിൽ പറയാം. കടത്തിൻ്റെ കെണി, ഉയർന്ന പലിശയുള്ള കടങ്ങൾ. കേസ് നമ്പർ 2, ദ ഡെപ്റ്റ് ട്രാപ്പ്. ഈ കൊലയാളി വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവൻ നിങ്ങൾക്ക് ആദ്യം തരുന്നത് സ്വാതന്ത്ര്യമാണ്, ആകർഷകമായ ഓഫറുകളാണ്. ഇപ്പം വാങ്ങിക്കൂ, പിന്നെ പതുക്കെ അടച്ചാൽ മതി എന്നിങ്ങനെയുള്ള ഡയലോഗുകളായിരിക്കും. ഓർക്കുക, ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ അടയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കെണിയാണ്. 20,000 രൂപയുള്ള ഒരു സാധനം വാങ്ങി നിങ്ങൾ മിനിമം മാത്രം അടച്ചാൽ ചിലപ്പോൾ 40,000 രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇതൊരു സാമ്പത്തിക ചതുപ്പാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രാപ്പ്. എങ്ങനെ രക്ഷപ്പെടാം? 2 വഴികളുണ്ട്. ഡെപ്റ്റ് സ്നോബോൾ. ചെറിയ കടങ്ങൾ ആദ്യം തീർത്ത് കോൺഫിഡൻസ് നേടുക. അല്ലെങ്കിൽ ഡെപ്റ്റ് അവലാഞ്ച്. ഏറ്റവും പലിശയുള്ള കടം ആദ്യം തീർക്കുക. ഒരു ബോംബ് നിർവീര്യമാക്കുന്നത് പോലെ ഓരോ കടവും തീർക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയെയാണ് നിങ്ങൾ രക്ഷിക്കുന്നത്. കേസ് നമ്പർ 3, ദ ഫോർഗോട്ടൺ ഫ്യൂച്ചർ. ഏറ്റവും ബുദ്ധിയുള്ള കുറ്റവാളികൾ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യും. ഈ തെറ്റ് നിങ്ങളെ ഇന്ന് വേദനിപ്പിക്കില്ല, നാളെയും വേദനിപ്പിക്കില്ല. അത് കാത്തിരിക്കും. 30 വർഷം ഒടുവിൽ നിങ്ങൾ വിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ അവൻ്റെ തനി സ്വരൂപം കാണിക്കും. അന്ന് ഇരയാകുന്നത് നിങ്ങളുടെ സ്വസ്ഥമായ റിട്ടയർമെൻറ്റ് ജീവിതമായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം അതാണ്, കോമ്പൗണ്ടിങ്. മാസം 5,000 രൂപ 25-ാം വയസ്സിൽ നിക്ഷേപിച്ചു തുടങ്ങിയാൽ 60 വയസ്സാവുമ്പോഴേക്കും കോടിയിലധികം രൂപയായി വളരും. എന്നാൽ 35-ാം വയസ്സിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഇതേ തുക കിട്ടാൻ ഒരുപക്ഷെ ഇരട്ടി നിക്ഷേപിക്കേണ്ടി വരും. NPS, PPF, മ്യൂച്വൽ ഫണ്ട്, SIP വഴികൾ ഒരുപാടുണ്ട്. എത്ര രൂപ വെച്ച് തുടങ്ങുന്ന എന്നതിലല്ല കാര്യം കേട്ടോ, എപ്പോൾ തുടങ്ങുന്നു എന്നതിലാണ്. ഇന്ന് നിങ്ങൾ നടുന്ന ഒരു ചെറിയ ചെടിയാണ് നാളെ നിങ്ങൾക്ക് തണൽ തരുന്നത്. കേസ് നമ്പർ 4, ദ അംബ്യൂഷ്. ജീവിതം എപ്പോഴും ഒരു പ്രെഡിക്റ്റബിൾ അല്ല അല്ലേ? പെട്ടെന്നൊരു ജോലി നഷ്ടം, ഒരു ഹോസ്പിറ്റൽ കേസ്. ഇപ്പോഴാണ് ആ കൊലയാളി പതിയിരുന്ന് ആക്രമിക്കുന്നത്. അതൊരു അംബ്യൂഷാണ്. കയ്യിൽ പ്രതിരോധിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. ഇവിടെയാണ് എമർജൻസി ഫണ്ടിൻ്റെ പ്രസക്തി. നിങ്ങളുടെ 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചെലവുകൾക്ക് തുല്യമായൊരു തുക. ഒരു വെക്കേഷന് പോകാനോ ഒരു ഫോൺ വാങ്ങാനോ ഉള്ള പണമല്ല ഇത്. ഇത് നിങ്ങളുടെ ഷീൽഡാണ്, നിങ്ങളുടെ സമാധാനമാണ്. ഇന്ന് തന്നെ ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. മാസം 1000 രൂപയാണെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായി പണം മാറാൻ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ കോട്ട നിങ്ങൾ തന്നെ പണിയുക, ഓരോരോ ചെറിയ ചെറിയ കല്ലുകളായി. കേസ് നമ്പർ 5, ദ ഫൈനൽ ഗാമ്പിൾ. അവസാനത്തെ ഏറ്റവും വിനാശകരമായ തെറ്റ്. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണിത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെ വെച്ച് നിങ്ങൾ നടത്തുന്ന ഒരു ചൂതാട്ടം. 2 ഇൻഷുറൻസുകൾ നിർബന്ധമാണ്. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഒരസുഖം വന്നാൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവനായി ഹോസ്പിറ്റലിൽ കൊടുക്കാതിരിക്കാൻ 2 ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണം.
നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു വലിയ തുക നൽകുന്ന പോളിസി. ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇൻഷുറൻസ് ഒരു ചിലവാണ് എന്ന് ചിന്തിക്കരുത്. അതൊരു റിസ്ക് ട്രാൻസ്ഫറാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ നഷ്ടം ഒഴിവാക്കാൻ നിങ്ങൾ ഇന്ന് നൽകുന്ന ചെറിയൊരു തുക, അത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിരിക്കുന്നു. 5 കൊലപാതകളെയും നമ്മൾ തിരിച്ചറിഞ്ഞു. ബഡ്ജറ്റ് ഇല്ലാത്ത ശീലം, കടത്തിൻ്റെ കെണി, ഭാവിയെ മറക്കുന്നത്, എമർജൻസി ഫണ്ട് ഇല്ലാത്തത്, ഇൻഷുറൻസ് എന്ന ചൂതാട്ടം. പക്ഷേ ഒരു സിനിമ പോലെയല്ല ഇവിടെ കുറ്റവാളികളെ പിടിക്കാനുള്ള അധികാരം പോലീസിനല്ല, നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് മാത്രം. ഈ തെറ്റുകൾ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ആ ശീലങ്ങൾ തിരുത്താൻ സാധിക്കും. ഒരു പെർഫെക്റ്റ് ആകാനല്ല ശ്രമിക്കേണ്ടത്, തുടങ്ങാനാണ്. ഒരു ചെറിയ ചൂട് വയ്ക്കുക, ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടാക്കുക, ക്രെഡിറ്റ് കാർഡിൽ 500 രൂപ അധികം അടയ്ക്കുക, ഒരു ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുക. തുടങ്ങുക. ഈ 5 തെറ്റുകൾ ഏതാണ് നിങ്ങൾ ആദ്യം തിരുത്താൻ പോകുന്നത്? ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും തന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഒരു ഷെയർ അവരുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ക്ലബ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക, കാരണം അടുത്ത വീഡിയോ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. See you. Till then, bye. We've been We Choose.